122ാമത് മാരാമൻ കൺവെൻഷൻ മണൽപ്പുറത്ത് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സ്റ്റാൾ പ്രവർത്തിക്കുവാൻ ഈ വർഷം ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരു അവസരം ഒരുക്കി തന്ന മാർത്തോമാ സുവിശേഷ സംഘത്തിനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. എല്ലാ വർഷവും ഇങ്ങനെ ഒരു സ്റ്റാൾ ക്രമീകരിക്കുന്നത് കൊണ്ട് ബൈബിൾ സൊസൈറ്റിയെപ്പറ്റി ജനങ്ങൾക്ക് കൂടുതൽ അറിയുവാനും വേദപുസ്തകമായിട്ട് അടുത്ത് ഇടപെടുവാനും ഇടയാകുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് മലയാളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമേറിയവർക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ഏതാണ്ട് 50ഓളം ഇനത്തിലുള്ള മലയാളം ബൈബിളുകൾ പിഞ്ച് പൈതങ്ങൾ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക്, പ്രായമുള്ളവർക്കും കാഴ്ച കുറഞ്ഞവർക്കുമൊക്കെ വലിയ അക്ഷരത്തിലുള്ള ബൈബിളുകൾ ധാരാളം എല്ലാ വർഷവും മാരാമൻ കൺവെൻഷൻ സ്റ്റാളിൽ നിന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വളരെ ആകാംക്ഷയോടുകൂടി ബൈബിള് വന്ന് നോക്കിക്കണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ മൾട്ടി കളറോടുകൂടിയ കുഞ്ഞുങ്ങളുടെ പദസഞ്ചയം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ, അതായത് സ്റ്റോറി ഓഫ് ക്രിയേഷൻ മുതൽ പുതിയ ആകാശം പുതിയ വാനവും, അതായത് റെവലേഷൻ വരെയുള്ള ബൈബിള് കഥകൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവിധ വർണ്ണങ്ങളോടുകൂടി നല്ല പേപ്പറിൽ അച്ചടിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധ തരത്തിലും രൂപത്തിലും ഉള്ള ബൈബിളുകൾ വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളും മാതാപിതാക്കന്മാരും അത് നോക്കിക്കണ്ട് തിരഞ്ഞെടുക്കുക, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ ഈ മാരാമൻ കൺവെൻഷന് അവസരമുണ്ട്. ദൈവവചനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ദൈവവചനത്തോടെ ജനങ്ങളെ അടുപ്പിക്കുവാൻ ഈ ഒരു സ്റ്റാൾ മൂലം ബൈബിൾ സൊസൈറ്റിക്ക് എല്ലാ വർഷവും സാധിക്കുന്നു.
ശിഷ്യത്വം എന്ന് പറയുന്നത് രക്ഷകനെ തിരിച്ചറിയുന്നതാണ്. ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ഉള്ളറിയുന്നതാണ്. രക്ഷകനെ തിരിച്ചറിയുന്നത്, കണ്ടെത്തുന്നത് ജീവിതത്തിൻ്റെ ആഘോഷമാണ്, സംതൃപ്തിയാണ്. 2010 ഏപ്രിൽ മാസം 1-ാം തീയതി പത്രത്തിൽ ഒരു വാർത്ത വന്നു. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: മോനുഷ്യത്തി മനസ്സ് നിറയെ നന്ദിയോടെ. എന്താണെന്ന് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. താഴത്തങ്ങാടിയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ബസ് നദിയിൽ മറിഞ്ഞ് പലർ മരിച്ചു. രക്ഷപ്പെട്ടതിൽ, ഏതാനും പേർ രക്ഷപ്പെട്ടതിൽ ഒരാൾ മോനിഷ എന്ന പെൺകുട്ടിയായിരുന്നു. റഷീദ് എന്ന ചെറുപ്പക്കാരനാണ് തന്നെ രക്ഷപ്പെടുത്തിയത്. ഏതാനും ദിവസങ്ങൾ മോനിഷ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ ആയിരുന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ തന്നെ രക്ഷിച്ചതായുള്ള, തൻ്റെ രക്ഷകനെ തേടിയുള്ള യാത്ര, മരണത്തിൻ്റെ തണുപ്പിൽ നിന്ന് ജീവിതത്തിൻ്റെ തീരത്തേക്ക് കയറ്റിയ റഷീദിനെ നൽകുവാൻ മോനിഷ കരുതി വെച്ചത് തൻ്റെ ചുടുകണ്ണുനീർ മാത്രമാണ്. അതിന് മാധ്യമം നൽകിയ തലക്കെട്ട് മനുഷ്യത്തി മനസ്സ് നിറയെ നന്ദിയോട്. രക്ഷകനെ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ സാഫല്യമാണ്, സംതൃപ്തിയാണ്. അതിനവസാനം വരെ നോക്കിയിരിക്കണം. ക്രൂശിൽ കിടന്ന ഒരുവൻ പറയുന്നു, നീ മെസ്സിയെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാം. അപ്പോൾ അപരൻ പറഞ്ഞു, നിനക്കിപ്പോഴും ദൈവബോധം വന്നിട്ടില്ലേ? പലർക്കും അവസാനവും ദൈവബോധം ഉണ്ടാകാറില്ല. ഈ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായുള്ള ഒരു വ്യക്തി, നിനക്കിപ്പോഴും ദൈവബോധം വന്നില്ലേ? ക്രൂശ് സമാധാനത്തിൻ്റെ ഇടമാകുന്നത് എങ്ങനെ? അനുതാപത്തിലൂടെയുള്ള മടങ്ങുവരവിലൂടെയാണ്. പിതാവിൻ്റെ പക്കൽ തൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീർ കടൽ വീഴ്ത്തുന്നതായുള്ള കഥയിലെ ഇളയ പുത്രൻ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിൻ്റെ മൂലഭാഷയിൽ, പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ, നാം ദൈവത്തോട് രമ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നതിന് പകരം നാം ദൈവത്തോട് രമ്യപ്പെടേണ്ടിയിരിക്കുന്നു. നീതീകരണം ദൈവം ക്രിസ്തുവിൽ സാധ്യമാക്കിയെങ്കിൽ സമാധാനം യേശുവിൽ വസിക്കുന്ന അനുഭവമാണ്. ദൈവം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നീതീകരണം സാധ്യമാക്കിയെങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണ് സമാധാനം. നമുക്ക് വ്യക്തമായുള്ള ഒരു ചിന്തയാണ് വിശുദ്ധ ലൂക്കോസ് 19-ാം അധ്യായത്തിൽ നൽകുന്നത്. റോമാ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ടറായിരുന്ന സക്കായി തനിക്ക് എന്തെല്ലാം നേടിയിട്ടും സമാധാനമില്ലാതെ അലയുമ്പോൾ ഒരു സത്യാന്വേഷിയായിട്ടുള്ള യാത്രയിലാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. കർത്താവിനെ കാണുമ്പോൾ ഒരുമിച്ച് ഭവനത്തിലേക്ക് സന്തോഷത്തോടു കൂടി അവനെ സ്വീകരിക്കുകയാണ്. ഇന്ന് ഈ വീടിൻ്റെ രക്ഷ വന്നു. രക്ഷ വ്യയം ചെയ്യുന്നതാണ്. എനിക്കുള്ളത് പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. എന്താണ് രക്ഷ? പങ്കുവയ്ക്കുന്നതാണ്. ആധുനികത നമുക്ക് നൽകിയിരിക്കുന്നത് മാനുഷിക ബന്ധങ്ങളിലുള്ള വിള്ളലുകളാണ്. നിത്യജീവനെ അവകാശമാക്കുവാൻ ചെന്നതായുള്ള വ്യക്തി ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പാരഡൈസ് ലോസ്റ്റ്, പരദീസ നഷ്ടം എന്ന പുസ്തകം, പോയം എഴുതിയ ജോൺ മിൽട്ടൺ എഴുതിയിരിക്കുന്നു, Satan entered into Adam and Eve. They were expelled from the Garden of Eden, the paradise of Eden. ജോൺ മിൽട്ടൺ പരദീസ നഷ്ടത്തിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധേയമാണ്. സാത്താൻ ആദാമിലും ഹവ്വയിലേക്കും കടന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് പരദീസയാണ്. ഗാൽഗുത്തായുടെ ഉന്നതത്തിൽ യേശുവിൽ രക്ഷകനെ കണ്ടെത്തിയതായിട്ടുള്ള, യേശുവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായുള്ള കുറ്റവാളി യേശുവിനെ കണ്ടപ്പോൾ
പാരഡൈസ് റീഗെയിൻഡ്. ഏദനിൽ നഷ്ടപ്പെട്ടതായുള്ള പരദീസ കർത്താവിനെ കണ്ടുമുട്ടിയതായുള്ള ഈ മനുഷ്യൻ അവൻ വീണ്ടെടുക്കുകയാണ്. എവിടെയാണ് സമാധാനം സാധ്യമാകുന്നത്? ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെയാണ്. വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഉത്ഥിതനായുള്ള ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഞങ്ങൾ ആരും നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നതിനൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവ് തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് നൽകുന്നതായുള്ള സമാധാനം മാർജിക്കുന്നതിലൂടെ ലഭ്യമാകുന്നതല്ല. ക്രൂശ് നമുക്ക് നൽകുന്നത് സ്വയം വെടിയലിൻ്റെ സംസ്കാരമാണ്. ഒരു ഭർത്താവും ഭാര്യയും, ഭാര്യയ്ക്ക് കേൾവിയില്ല എന്ന് പറഞ്ഞ് ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഭാര്യയ്ക്ക് കേൾവി കുറവാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ, അതിനുള്ള ചികിത്സ ചെയ്യണം. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, കേൾവിക്കുറവ് എത്രമാത്രമുണ്ട് എന്നറിയുവാനായിട്ട് ഒരു പരീക്ഷണം. ഒരു 40 അടി ദൂരം നിന്ന് അവരോട് എന്തെങ്കിലും ചോദിക്കണം ഭാര്യയോട്. അത് കേട്ടില്ലെങ്കിൽ 30 അടി ദൂരം നിന്ന്, 20 അടി ദൂരം നിന്ന്, ഒട്ടും കേട്ടില്ലെങ്കിൽ അടുത്ത് എന്ന് ചോദിക്കണം. ഒരു ദിവസം വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ചോദിച്ച്, ഇന്ന് എന്നാ സന്ധ്യയ്ക്ക് ഭക്ഷണം? ഒന്നും അദ്ദേഹം കേട്ടില്ല പറയുന്നത്. 40 അടി ദൂരെ നിന്നാണ് ചോദിക്കുന്നത്. 30 അടി ദൂരേക്ക് വന്നു, വീണ്ടും അതേ ചോദിച്ചു, ഇന്നെന്താണ് സന്ധ്യയ്ക്ക് ഭക്ഷണം? വീണ്ടും 20 അടി ദൂരെ വന്ന് ചോദിച്ചു, 10 അടി ദൂരെ വന്ന് ചോദിച്ചു, ഏറ്റവും ഒടുവിൽ വന്ന് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും കേട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും കടലയുമാണെന്ന്, നിങ്ങൾ ഇത്രയും നേരം ചോദിച്ചിട്ടും കേൾക്കത്തില്ലേ? നിങ്ങൾക്ക് ആർക്കാണ് കേൾവിയില്ലാത്തത്? നമ്മൾ അന്യോന്യം കുറ്റം പറഞ്ഞിരിക്കുകയാണ്. നീ ഇപ്പോഴും ഈ ശിക്ഷാവിധിയിൽ ആയിട്ടും നീ യേശുവിനെ കുറ്റം പറയുന്നു. ഇവൻ ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായുള്ള വാക്ക് ശ്രദ്ധേയമാണ്. മൂലഭാഷയിൽ സജീവതയിൽ നിന്നും സജീവതയിലേക്ക്, മരണം എന്നുള്ളതിനേക്കാൾ സജീവതയിൽ നിന്ന് സജീവതയിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കുരിശ് രക്ഷയുടെ നിദാനമാണ്. ജീവിതത്തിൻ്റെ സമസ്ത പ്രതീക്ഷകളും അറ്റുപോയവൻ പശ്ചാത്താപവിശനായി ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറയുന്നു, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇത് എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വിലാപം കർത്താവിന് നൽകുന്നതായുള്ള ഉത്തരമാണ്. നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. യേശുവിനോടൊപ്പം യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടം തേടിയവനാണ്, രക്ഷകനെ തിരിച്ചറിഞ്ഞവൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ രാജ്യത്വം ആദ്യമായി അംഗീകരിക്കുന്ന വ്യക്തി ക്രൂശിൽ തന്നോടൊപ്പം തറയ്ക്കപ്പെട്ടതായുള്ള ഈ വ്യക്തിയാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. എന്തുകൊണ്ടാണത് സാധ്യമായി തീർന്നത്? കർത്താവിൽ തൻ്റെ രക്ഷകനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അത് സാധ്യമായി തീർന്നത് തൻ്റെ കുറ്റത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. നാം ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നോട് പറയുകയാണ്, നിനക്കിപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിട്ടില്ലേ? നാം ചെയ്തതിൻ്റെ ഫലമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് യേശു അവൻ നിരപരാധിയാണ്. തന്നെക്കുറിച്ച് തന്നെ ബോധ്യം വ്യക്തമായി. പർദീസ തുറക്കുന്ന താക്കോലായി കുരിശിനെ ഈ മനുഷ്യൻ കാണുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുന്നവനാണ് ശിഷ്യൻ. രണ്ടാമത്, രക്ഷകനെ യേശുവിൽ തിരിച്ചറിഞ്ഞവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ. 3, ബി ഡിഫറൻറ്റ്. ശിഷ്യത്വം വ്യത്യസ്തനായിരിക്കുന്നതാണ്. 2 പേരിൽ ഒരുവൻ വ്യത്യസ്തനായ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് വ്യക്തമാണ്. ഞങ്ങൾ ആരും നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് വഹിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കാണ്. കർത്താവിൻ്റെ ഉത്തമ ശിഷ്യനായിട്ട് ഈ കുറ്റവാളി മാറ്റപ്പെടുകയാണ്. ശിഷ്യത്വം അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യമാണ്.
ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഇതൊരു പരീക്ഷയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയും. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് ചാടി വീണ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഫിലിപ്പിൻ്റെ കൈസരിയിലെ പരീക്ഷയ്ക്ക് 12 ശിഷ്യന്മാരിൽ പത്രോസിന് എല്ലാത്തിനും A+. പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുടെ യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ വട്ടപൂജ്യമാണ് കൊടുത്തത്. നീ ഇവനോട് കൂടെയുള്ളവനല്ലയോ? ആണല്ലോ. നിൻ്റെ ഭാഷ അപ്രകാരമാണ് മനസ്സിലാകുന്നത്. എനിക്കൊരു ബന്ധവുമില്ല, ഈ ആളിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഫിലിപ്പിൻ്റെ കൈസരിയിൽ 100 മാർക്ക് ലഭിച്ചവൻ ഇവിടെ 0 ലഭിക്കുന്നത്. അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയ്ക്ക് ആവശ്യം. ഗെത്സമനയിൽ യേശു ഇറങ്ങി വരുമ്പോൾ യൂദയുടെ നേതൃത്വത്തിൽ കർത്താവിനെ പിടികൂടുവാൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എത്തിയിരിക്കുന്നു. പത്രോസിന് ദേഷ്യം വന്നു. മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടി. യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക. എന്താ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ശിമോൻ പത്രോസ്, എരിവുകാരനായിട്ടുള്ള ശിമോൻ എന്നാണ് നാം വായിക്കുന്നത്. എരിവുകാരൻ ആ വാക്ക് പോലെ തന്നെ സ്വഭാവത്തിലും എരിവുള്ളവനാണ്. യഹൂദന്മാരുടെ സെക്റ്റുകളിൽ ഒരു സെക്റ്റായിരുന്നു സെലറ്റ്സ് അഥവാ എരിവുകാർ. അവരെപ്പോഴും അരയിൽ വാൾ കരുതിയിരുന്നു. എന്തിനു വേണ്ടി? റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹൂദ ജനതയെ വിടുവിക്കുവാൻ ആയുധമെടുത്തും പോരാടുവാൻ തയ്യാറായിരുന്ന സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു എരിവുകാരനായിട്ട് ശിമോൻ. യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക. നിനക്ക് സുരക്ഷിതത്വം നൽകുന്നതിനെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തലകീഴായി ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നത്. ONV കവിതയിലെ ക്രൈസ്തവ ബിംബങ്ങൾ എന്ന ഒരു പുസ്തകമുണ്ട്. അതിലദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കവിതയുടെ 2 വരികൾ, മുടിയനാം പുത്രൻ പുറപ്പെട്ടു പോയില്ല, മുനിയെപ്പോൽ വീട്ടിലിരുന്നു. മുടിയനാം പുത്രൻ പുറപ്പെട്ടു പോയില്ല, മുനിയെപ്പോൽ വീട്ടിലിരുന്നു. അദ്ദേഹം പറയുവാൻ ശ്രമിക്കുന്നത്, ആധുനിക ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ ഈ ധൂർത്തുപുത്രൻ വീട് വിട്ടു പോകുന്നില്ല, പട്ടണവാസിയായിട്ട് പോകുന്നില്ല. അവൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, മുനിയെപ്പോലെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നാണ് എല്ലാ കുതന്ത്രങ്ങൾക്കും രൂപരേഖ നൽകുന്നത്. ഇവിടെയാണ് വ്യത്യസ്തനായിരിക്കുവാൻ കഴിയുന്നത്. ആർക്കാണ്? ക്രൂശിലേശുവിനോടൊപ്പം തറയ്ക്കപ്പെട്ടവരിൽ ഒരുവൻ വ്യത്യസ്തനായിരുന്നു. ഇവൻ നിരപരാധിയാണ്, തെറ്റ് ചെയ്യാത്തവനാണ്. നാം ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നവരാണ്. സാധാരണ കാര്യങ്ങളെ അസാധാരണമാക്കി തീർക്കുവാനായിട്ടുള്ള വലിയ വെല്ലുവിളിയാണ് ക്രൂശ് നമുക്ക് നൽകുന്നത്. ക്രൂശിൽ നാം ഒരു സമകാലീനനെയാണ് ദർശിക്കുന്നത്. ഈ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പോലെ കഷ്ടതയ്ക്ക് വിധേയനായതായിട്ടുള്ള ഒരു വ്യക്തി. ഞാൻ സൂചിപ്പിച്ച പാരഡൈസ് ഈസ് ദി എൻഡ് റിസൾട്ട് ഓഫ് വൺസ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദി സഫറിങ്. യാതനയുടെ പാരമ്യതയിലിരിക്കുന്ന വ്യക്തിക്ക് നൽകുന്ന കൂട്ടായ്മയുടെ എൻഡ് റിസൾട്ടാണ് പറുദീസ എന്ന് പറയുന്നത്. യേശു തന്നോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നവനാണ്. അതേ കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയോടൊപ്പം സഞ്ചരിക്കുവാൻ, കുരിശിൻ്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് കഴിയും. നമുക്ക് കഴിയേണ്ടുന്നതാണ് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഗുരു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തോമസ് അപ്പോസ്തലൻ ചോദിച്ചു, അങ്ങ് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏക സത്യദൈവമായ കർത്താവ് ചരിച്ച പാതയിലൂടെ ചരിക്കുവാൻ നമുക്ക് വിശ്വസ്തമായിട്ടും വിശ്വാസത്തോടു കൂടിയും മുന്നേറുവാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, ക്രൂശിൽ ഒരു സുവിശേഷകൻ രൂപപ്പെടുകയാണ്. ക്രൂശിൽ ഒരു സുവിശേഷകൻ രൂപപ്പെടുകയാണ്. ക്രൂശിൽ കിടന്ന ഈ മനുഷ്യൻ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായുള്ള അപരനോട് ചോദിക്കുന്നു, നിനക്ക് ഇപ്പോഴും
ദൈവബോധം ഉണ്ടായിട്ടില്ലേ? നമ്മൾ സമശിക്ഷാവിധിയിലായിരിക്കുന്നു. നാം ചെയ്ത തെറ്റിനാണ് നാം ഈ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ യേശു നിരപരാധിയാണ്. ക്രൂശ് നമുക്ക് നൽകുന്നതായുള്ള സന്ദേശം എന്താണ്? സ്വയം നൽകലിൻ്റെ സന്ദേശമാണ്. ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹത്തിൽ സ്വയം നൽകലിനായി, സ്വയം വെടിയലിനായി ക്രൂശ് നമ്മെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വസ്തനായിട്ടുള്ള ദൈവം വിശ്വസ്തതയിലേക്കാണ് നമ്മെ വിളിച്ചാക്കുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബന്ധവും അതിൽ രൂപപ്പെടുന്ന നിയോഗവുമാണ്. കർത്താവുമായുള്ള ബന്ധത്തിൽ ക്രൂശിൻ്റെ പാതയിൽ ചരിക്കുന്നവനാണ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത്. ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉളവാകുന്ന നിയോഗങ്ങൾക്കായുള്ള സമർപ്പണമാണത്. അത് കേവലം വൈകാരികമായിട്ടുള്ള അനുഭവത്തേക്കാൾ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ടുള്ള ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, വിദ്യാഭ്യാസം വളരെ മോശം. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം ഒരുവനെ ഒരു സ്ഥാനത്തേക്ക് വിളിച്ചാക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് നൽകിയാണ് അവനെ വിളിച്ചാക്കുന്നത്. ഇന്ന് ബന്ധങ്ങൾ ഉപയോഗാധിഷ്ഠിതമാകുന്നു, യൂട്ടിലിറ്റി ബേസ്ഡ് ആയിത്തീരുന്നു. കുടുംബങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ ഈ ഉപയോഗാധിഷ്ഠിത കാഴ്ചപ്പാട് ഈ ആധുനികതയുടെ സംഭാവനയാണ്. നമ്മുടെ ബന്ധങ്ങൾ എവിടെ നിൽക്കുന്നു? യൂട്ടിലിറ്റി ബേസ്ഡ് ആണോ നമ്മുടെ ബന്ധങ്ങൾ? അതിനപ്പുറമായിട്ട് സ്വയം നൽകലിൻ്റേതായുള്ള ഒരു ബന്ധം കരുപ്പിടിപ്പിക്കുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സാധ്യമാണോ? ക്രൂശിൻ്റെ പാതയിൽ ചരിക്കുന്നത് പിതാവിങ്കിലേക്കുള്ള യാത്രയാണ്. വളരും നദീരം അരികത്ത്